പച്ചമാങ്ങയാണ് കേട്ടോ ഇന്നത്തെ താരം. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം. പച്ചമാങ്ങയുടെ സീസൺ കഴിയുന്ന മുമ്പേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാത്തത് ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഇതാണ് പൊളി സാധനം എന്ന് പറയില്ലേ, അടിപൊളിയാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് 2 പച്ചമാങ്ങയും ഇത്തിരി കോൺഫ്ലവർ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു നല്ല ഒരു ഹൽവയാണിത്, പച്ചമാങ്ങ കൊണ്ടുള്ള ഹൽവ. അപ്പോൾ ജൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കണം. നല്ല ഉറപ്പുണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അവർ പിന്നെ എപ്പോഴും ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. 2 പച്ചമാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ മിക്സിയിലിട്ടത് ജ്യൂസ് ആക്കേണ്ടതാണ്. അപ്പോൾ നല്ലപോലെ എല്ലാം നല്ല കട്ട് ചെയ്ത് നല്ല പച്ചമാങ്ങയാണ് കേട്ടോ. ഇത് പഴുപ്പൊന്നും കയറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം മതി, കൂടുതൽ വെള്ളം വേണ്ട. അപ്പോൾ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല പൾപ്പായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രേയിലേക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുത്താൽ മതി. അല്പം നെയ്യ് കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ കാഷ്യൂനട്ടും, പിന്നെ ഇത് വറുക്കാത്ത കാഷ്യൂനട്ടാണ്. എന്നിട്ട് അല്പം വെളുത്ത എള്ള് ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാട്ടേള് നല്ലൊരു ഭംഗിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ മാറിയിരിക്കട്ടെ. കുറച്ച് കാഷ്യൂനട്ടും ബദാമും എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് മുമ്പ് ഇത്തിരി കോൺഫ്ലവർ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കട്ട ഒട്ടും കാണരുത്. അപ്പോൾ മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിൽ നമ്മൾ എടുത്തു വെച്ച നട്ട്സ് ഒന്ന് വറുത്ത് കോരണം. ഒത്തിരി മൂക്കണ്ട കേട്ടോ. അത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി. പിന്നെ നമുക്ക് എന്താ പറയുക, ഉണക്കമുന്തിരി ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരല്പം പിന്നെ ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് വറുത്ത് കോരി ഇതും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇത് ഓപ്ഷനിലാണേ. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ അരച്ച് വെച്ച മാങ്ങയുടെ പൾപ്പ് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ചെറിയ തീയിലിട്ടാണ് കേട്ടോ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട്, ഇനി നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടില്ലേ, ആ കോൺഫ്ലവറും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അടുപ്പ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഇപ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. കാരണം ഇത് കട്ട പിടിക്കാതെ നോക്കണം. നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കട്ട പിടിക്കാതെ കൈവിടാതെ ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് എന്താ പറയുക, ഇത് തിളച്ചാലും നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ചക്കപ്പഴമാണെങ്കിൽ ഇത് നന്നായിട്ട് നമ്മുടെ മേത്തൊക്കെ തെറിക്കും. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ, പിന്നെ മീഡിയം ഫ്ലെയിമിലും ഇട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് എന്താ പറയുക, വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഇങ്ങനെ കുറുകി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ ഇളക്കണേ കണ്ടോ. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര വേണമെങ്കിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇത്തിരി പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടാൽ മതി. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഇനിയൊന്ന് ആ പഞ്ചസാരയൊക്കെ മെൽറ്റാക്കി കഴിയുമ്പോൾ വെള്ളം വരുമല്ലോ, അതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് പതുക്കെ വറ്റി വരുന്നുണ്ട്, നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. മീഡിയം. ഇപ്പോൾ നമുക്ക് ഇത്തിരി കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ വീട്ടിൽ പിള്ളേർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തിരി കളറ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഇനി നമുക്ക് ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് 1 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക.
അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ നല്ല നല്ല കളറ് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും അല്പം കൂടെ നെയ്യ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2-3 തവണ നെയ്യ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് കുറുക്കി, നമുക്കറിയാലോ ഹൽവയുടെ പരുവം, അതിങ്ങനെ നമ്മൾ കോരി ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം. അതാണ് പരുവം. ഇത്തിരി കൂടെ ആകാനുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് നമുക്കൊന്ന് ശരിക്കൊന്ന് വറ്റിച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ അതാ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇത്തിരി കൂടെ ആവാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് നമുക്കൊന്നുകൂടെ, ഇത് കാഷ്യൂനട്ടൊക്കെ കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഇടണമെന്നില്ല. ഇത് വെളുത്ത എള്ളാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ല ഭംഗിയും നല്ല ഒരു ടേസ്റ്റും ഉണ്ട് ഇതൊക്കെ ചേർത്ത്. ഇപ്പോൾ അതാ നമ്മുടെ ഹലുവ ഏതാണ്ട് അപ്പോൾ ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹൽവയുടെ പരുവം. നമ്മളൊന്ന് ഇത് കണ്ടോ, ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം. ഇതാണ് നമ്മുടെ ഹൽവ പാകമായി ഉള്ളതിൻ്റെ തെളിവ്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. നെയ്മയം പുരട്ടിയ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ട്രേ മാറ്റിയിട്ടുണ്ട്. ഇത് കുറച്ചേ ഉള്ളല്ലോ, മറ്റേ വലിയ പാത്രമായിരുന്നുകൊണ്ട് ട്രേ ഒന്ന് മാറ്റി, അതുപോലെ തന്നെ നെയ്യൊക്കെ ചേർത്ത് സെറ്റ് ചെയ്ത് നട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു. ഇപ്പം നമ്മുടെ ഹൽവ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് എടുത്ത് നോക്കണം. അപ്പോൾ നെയ്മയം പുരട്ടിയ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാവുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.